നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ധരിച്ചിരുന്നത് നീളൻ കുപ്പായമായിരുന്നല്ലോ. അത് ഒരു ഖുത്ബയിൽ കേട്ടതിന് ശേഷം അദ്ദേഹം നീളം കുപ്പായം ധരിക്കാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംശയം, നമ്മുടെ പണ്ഡിതന്മാർ പലപ്പോഴും ഈ സുന്നത്ത് സ്വീകരിച്ച് കാണുന്നില്ല. സ്റ്റേജിൽ ഉൾപ്പെടെ ചെറിയ കുപ്പായവും ടീഷർട്ടും ധരിച്ചാണ് ഇരിക്കുന്നതായി കാണുന്നത്. എന്താണ് ഈ ഒരു സുന്നത്തിനോടുള്ള സമീപനം, ഇങ്ങനെ എന്ത് പിൻപറ്റുന്നില്ല എന്നത് ഉള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേഷവിധാനങ്ങൾ, നബിയുടെ ഭക്ഷണം രീതികൾ, നബി തങ്ങളുടെ മറ്റു ദൈനംദിന കാര്യങ്ങൾ, ഇതിൽ കാണുന്ന എല്ലാത്തിനെയും നമുക്ക് പിൻപറ്റാൻ പഠിപ്പിക്കപ്പെട്ട സുന്നത്താകണം എന്നില്ല. ഉദാഹരണമായി നബി തങ്ങൾ സാധാരണ സഞ്ചരിച്ചത് കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തുമൊക്കെയാണ്. ഒരാൾ പറയുകയാണ് അത് കേട്ടതിന് ശേഷം ഞാൻ കഴുതപ്പുറത്തേ പോയിട്ടുള്ളൂ എന്ന് പറയുകയും പിന്നീട് കുറേ ആളുകൾ കാറിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ എന്താണ് ഇവരൊക്കെ ആ സുന്നത്ത് ഒഴിവാക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്താൽ അത് ന്യായമില്ലല്ലോ. അതേപോലെ നബിതങ്ങളുടെ ഭക്ഷണം മുഖ്യാഹാരം ഗോതമ്പാണ്. ആ ഗോതമ്പ് നബിതങ്ങൾ കഴിക്കാറുണ്ട്. നബിതങ്ങൾ സ്ഥിരം ഭക്ഷണം അതായിരുന്നു, കാരക്കയും ഈത്തപ്പഴമൊക്കെ ആയിരുന്നു എന്ന് കേട്ടതിന് ശേഷം ഒരാൾ അരിയൊക്കെ ഒഴിവാക്കി സ്ഥിരമായി ഗോതമ്പ് കഴിച്ചു, പിന്നെ അരി കഴിക്കുന്നവരൊക്കെ സുന്നത്ത് ഒഴിവാക്കി എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നബിതങ്ങളുടെ വീട് ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ വീടായിരുന്നു. നബിതങ്ങളുടെ വിരിപ്പ് പലപ്പോഴും ഈത്തപ്പന നാരുകൊണ്ട് ഇതുണ്ടാക്കിയ വിരിപ്പായിരുന്നു. നബിതങ്ങളുടെ വേഷവിധാനങ്ങൾ ആ നാട്ടിലെ വേഷമായിരുന്നു പലപ്പോഴും. ഇതൊക്കെ നമ്മോട് അങ്ങനെ തന്നെ മാതൃകയാക്കാൻ പറഞ്ഞതാണോ? ഒരിക്കലുമല്ല. എന്നാൽ ഇതിൽ തന്നെ മതത്തിൻ്റെ ഭാഗമായി നബിതങ്ങൾ സ്വീകരിച്ച വേഷമുണ്ടാകും. ഉദാഹരണമായി വെള്ളവസ്ത്രം, അത് നബിതങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, നിങ്ങൾ വെള്ള ധരിക്കുവീൻ എന്ന് പ്രത്യേകമായി നബിതങ്ങൾ നമ്മെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അത് കേവലം വേഷം എന്നതിനപ്പുറത്ത് മതപരമായ ഒരു പരിവേഷം കൂടി അതിന് ഉണ്ടായി വന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു വലത് കൈ കൊണ്ട് കഴിക്കുവീൻ, ഇരുന്ന് കഴിക്കുവീൻ. അപ്പോൾ അത് കേവലം ഒരു ഭക്ഷണ മര്യാദ എന്നതിനപ്പുറത്ത് മതപരമായ മര്യാദ കൂടിയായി അത് മാറി. വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാർക്ക് നിര്യാണിക്ക് താഴെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. വലതു ഭാഗം കൊണ്ട് ധരിക്കാൻ ആരംഭിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ മതപരമായ വശമായി മാറി. അതുകൊണ്ട് ഹലാലായ ഏത് വേഷവും ഒരാൾക്ക് സ്വീകരിക്കാം. ടീഷർട്ട് ധരിക്കാൻ പാടില്ല എന്നോ പാൻറ് ധരിക്കാൻ പാടില്ല എന്നോ ഒന്നുമില്ല. അനുവദനീയമായ ഏത് വേഷവും സ്വീകരിക്കാം. അവിടുത്തെ മറയലാണ് നിർബന്ധമായും ചെയ്യേണ്ടത്. പുരുഷനാണെങ്കിൽ പൊക്കിൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗം നിർബന്ധമായും മറഞ്ഞിരിക്കണം. സ്ത്രീയാണെങ്കിൽ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം നിർബന്ധമായും മറച്ചിരിക്കണം. ഇതാണ് അടിസ്ഥാനമായ ഔറത്ത് എന്ന് പറയുന്നത്. ഈ ഔറത്ത് മറക്കാൻ ഇസ്ലാം വിലക്കാത്ത ഏത് വേഷവും ഒരാൾക്ക് സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിക്കുന്ന ഒരാൾ സുന്നത്ത് ഒഴിവാക്കി എന്ന് പറയാവതല്ല. എന്നാൽ ഒരാൾ നബിയെ അങ്ങേറ്റം ഇഷ്ടപ്പെട്ടു, നബിയെ സ്നേഹിച്ചു, ആ സ്നേഹത്തിൻ്റെ ഭാഗമായി നബിതങ്ങളെ വേഷം ഒരാൾ വേഷമായി സ്വീകരിക്കുന്നു, നബിതങ്ങളുടെ ഭക്ഷണം ഒരാൾ ഭക്ഷണമായി സ്വീകരിക്കുന്നു, നബിതങ്ങളുടെ വാഹന രീതി ഒരാൾ വാഹന രീതിയെ സ്വീകരിക്കുന്നു എങ്കിൽ ആ സ്നേഹം നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അതുകൊണ്ട് ആ കാര്യം സുന്നത്താകണം എന്നില്ല. പല സ്വഹാബിമാരും നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് നോക്കുകയും അതിനുശേഷം ഞാൻ എന്നും ആ ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സ്വഹാബിമാരെ കാണാം. നബിതങ്ങൾ ചരങ്ങ കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു സ്വഹാബി പറയുന്നുണ്ട്, അന്ന് മുതൽ എനിക്ക് ചരങ്ങ വല്ലാത്ത ഇഷ്ടമായി മാറി. അത് ആ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അതോടുകൂടി ചരങ്ങ കഴിക്കൽ സുന്നത്താണ് എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പം അവിടുത്തെ പറയാവുന്നതാണ് പ്രധാനം. പിന്നെ നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ്റെ പിൻഭാഗം അത് മറക്കുന്ന രൂപത്തിലുള്ള വേഷം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. നീളം കുപ്പായത്തിൻ്റെ ഒരു ഗുണം അതാണ്. നീളം കുപ്പായം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ നിര്യാണി വരെ എത്തുന്നതാവണം എന്നൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗം മറയുന്ന രൂപത്തിലുള്ള കുപ്പായമാണ് ധരിക്കേണ്ടത്. അത് ചെറിയ കുപ്പായം എന്ന് പറയുമ്പോൾ ഈ പിൻഭാഗം കൂടി മറയാത്ത രൂപത്തിലാണെങ്കിൽ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും അവിടുത്തെ മറയുന്നുണ്ടെങ്കിൽ അയാൾ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞു. അയാൾ അവിടുത്തെ മറക്കുന്നുണ്ട് എങ്കിൽ ബാധ്യത നിർവഹിച്ചു. അല്പമൊക്കെ ഇറക്കമുള്ള കുപ്പായമാണ് പുരുഷന്മാരെ സംബന്ധിച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ലാതെ നീളം കുപ്പായം ഇടൽ സുന്നത്താണ്, അതിട്ടെങ്കിലേ ഒരാൾ സുന്നത്ത് പൂർത്തിയാവുകയുള്ളൂ എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. തലമറക്കുന്നതും അങ്ങനെ തന്നെയാണ്. നബി തങ്ങളുടെ നാട്ടിലെ എല്ലാവരുടെയും വേഷമാണ് തലമറക്കുക എന്നുള്ളത്. അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, അന്നത്തെ എല്ലാ മനുഷ്യന്മാരും, മക്കയിലെ എല്ലാ മനുഷ്യരുടെയും വേഷം തലമറക്കലായിരുന്നു. കാരണം അവർ മരുഭൂമിയിലാണ്. സ്വാഭാവികമായും അവർക്ക് അതിൻ്റെതായ സാഹചര്യത്തിലായിരിക്കാം ആ നാട്ടിൽ അങ്ങനെ ആചാരം വന്നത്. അതും കുപ്പായമല്ല ധരിക്കാറുള്ളത്. മിക്കവാറും സ്വഹാബിമാരൊക്കെ ഒരു തുണി ഉടുക്കുകയും മറ്റു തുണി കൊണ്ട് തലയിലൂടെ ഒരു തട്ടമായി ഉപയോഗിക്കുകയുമാണ് ചെയ്യാറുള്ളത്. എല്ലാവർക്കും കുപ്പായം ധരിക്കാൻ മാത്രമൊന്നും അന്നവിടെ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ട് വസ്ത്രം ഉണ്ടാകുക. ഒന്ന് അരവസ്ത്രമായി ഒരു തുണിയായി അവർ ധരിക്കുന്നു, മറ്റൊന്ന് തലയിലൂടെ തട്ടമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പിന്നീട് മരുഭൂമിയിൽ പോകുമ്പോൾ അവരൊക്കെ ഈത്തപ്പന നാരുകൊണ്ട് ആ തട്ടം തലയിൽ ഇങ്ങനെ കെട്ടിവെക്കാറുണ്ട്. കാരണം മണൽക്കാറ്റടിക്കുമ്പോൾ
ഇത് പാറിപ്പോകും, അവർക്കതുകൊണ്ട് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അവരവിടെ ഒരു ഈത്തപ്പന നാരെടുത്ത് തലയിൽ കെട്ടി അത് ഭദ്രമാക്കി വെക്കാൻ ശ്രമിക്കുക. അതൊന്നും മതത്തിൻ്റെ ഭാഗമായി ചെയ്തതല്ല, ആ നാട്ടിലെ ഒരു വേഷ രീതി എന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ മുസ്ലിമുകൾ ഉപയോഗിക്കുന്ന വേഷം അത് ഇസ്ലാമിന് അന്യമല്ലെങ്കിൽ ആ വേഷം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ പൊതുവെ സ്വീകരിച്ചു വിടുന്ന ഒരു വേഷവിധാനം ഇസ്ലാമിന് അന്യമല്ല, വിലക്കപ്പെട്ട വേഷമല്ല എങ്കിൽ അവിടുത്തെ മുസ്ലിമീങ്ങളെ വേഷം തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിൽ നിന്ന് വേറിട്ട് നമ്മൾ മാത്രം പ്രത്യേക വേഷം സ്വീകരിച്ച് കൂട്ടത്തിൽ കൂടാതെ മാറി നിൽക്കുക എന്നുള്ളത് പൊതുവെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ല. കാരണം അതൊരു പക്ഷേ അയാൾക്കൊരു ലോകമാന്യം വരാൻ, ഒരു അഹങ്കാരം വരാൻ, ഞാൻ എല്ലാവരേക്കാളും ഒരു വേറിട്ടൊരു വ്യക്തിയാണ് എന്ന് തോന്നൽ വരാൻ ഒക്കെ നിമിത്തമായേക്കാം. ഷുഹറത്ത്, ആളുകൾക്കിടയിൽ പേരിനും പെരുമക്കും വേണ്ടി ഒരു പ്രത്യേക വേഷമൊക്കെ സ്വീകരിച്ചിറങ്ങുന്നുവെങ്കിൽ ഷുഹറത്തിൻ്റെ വേഷം വിലക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒരു വേഷം സ്വീകരിക്കുന്നു, ഒരാൾ മാത്രം മറ്റൊരു വേഷം സ്വീകരിക്കുന്നു. അപ്പോൾ അയാൾക്ക് തോന്നും ഞാൻ ഇവരെ പൊടുന്നതല്ല, ഞാൻ അവരേക്കാൾ മീതയാണ്, എൻ്റെ വേഷം ആളുകൾ ശ്രദ്ധിക്കട്ടെ, എൻ്റെ വേഷം എല്ലാവരും ഒന്ന് നോക്കട്ടെ എന്നൊരു മനസ്സ് അറിയാതെ കയറി വരും. അങ്ങനെ ഷുഹറത്തിൻ്റെ വേഷമാണെങ്കിൽ, പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള വേഷമാണെങ്കിൽ അത് വിലക്കപ്പെട്ട കാര്യവുമാണ്. അതുകൊണ്ട് ഒരു നാട്ടിലെ മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്ന വേഷം ഇസ്ലാമിന് എതിരില്ലാത്ത കാലത്തോളം ആ വേഷമാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം. നബിതങ്ങൾ സ്വീകരിച്ച ഏത് കാര്യവും മതത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ കൂടി നബിയുടെ സ്നേഹത്തിൻ്റെ പേരിൽ ഒരാൾ അത് സ്വീകരിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കാം എന്നല്ലാതെ അതുകൊണ്ട് ആ ചെയ്തി സുന്നത്താണ് എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. അല്ലാഹു അഅലം.